ലോകകപ്പ് ഫൈനലും അതിനുശേഷം നടന്ന സംഭവവികാസങ്ങളുമെല്ലാം ഇന്നലെ എന്ന പോലെ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവും. സ്പെയിൻ ടീം തങ്ങളുടെ വിജയാഘോഷങ്ങൾ തുടങ്ങാനിരിക്കെ അർജന്റീന താരമായ ലിയാൻഡ്രോ പരാഡസുമായി നടന്ന ഏറ്റുമുട്ടൽ ആ ഫൈനലിന്റെ ശോഭ തന്നെ കെടുത്തുന്ന കാര്യങ്ങളിൽ ഒന്നായിരുന്നു. ഇന്നിപ്പോൾ ആ സംഭവങ്ങൾ കഴിഞ്ഞ് ഒരു മാസം പിന്നിടുമ്പോൾ ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ശിക്ഷാ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ഫിഫ. താരങ്ങളും കോച്ചിംഗ് സ്റ്റാഫും ഫെഡറേഷനും അടക്കം സകലർക്കും നേരെ കടുത്ത നടപടികളാണ് ഫിഫ സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അർജന്റീന മിഡ്ഫീൽഡർ ലിയാൻഡ്രോ പരാഡസ് ആയിരുന്നു ഫൈനലിന് ശേഷം നടന്ന സംഘർഷത്തിലെ വില്ലൻ. സ്പാനിഷ് താരമായ എറിക് ഗാർഷ്യയുടെ കഴുത്തിൽ കുത്തിപ്പിടിക്കുന്നതും ഗാവിയെ കായികപരമായി നേരിടുന്നതുമെല്ലാം അന്ന് വളരെയധികം ചർച്ചയായതാണ്. 10 മത്സരങ്ങളിലെ വിലക്കാണ് ഇതിന് ശിക്ഷയെന്നോണം ഫിഫ താരത്തിന് നൽകിയിരിക്കുന്നത്. അതിനു പുറമെ $90,000 അഥവാ 86 ലക്ഷം രൂപ പിഴ ഇനത്തിലും പരാഡസ് കെട്ടിവെക്കണം. മത്സരശേഷമുള്ള സംഘർഷമെല്ലാം തുടങ്ങിവെച്ചത് നാഹൽ മൊളീനയാണ്. ഫുൾ ടൈം വിസിലിന് പിന്നാലെ വിജയാഘോഷത്തിനോടിയ റോഡ്രിയുടെ നെഞ്ചിൽ താരം കൈകൊണ്ടിടിച്ചതോടെയാണ് എല്ലാം തുടങ്ങുന്നത്. മൊളീനക്ക് 7 മത്സരങ്ങളിൽ വിലക്കും $90,000 പിഴയുമാണ് ശിക്ഷ. ഈ സംഘർഷത്തിൽ ഉൾപ്പെട്ട ഗാവി, തിയാഗോ അൽമാഡ എന്നിവർക്ക് ഓരോ മത്സരങ്ങളിലെ വിലക്കിന് പുറമെ $30,000 അഥവാ 29 ലക്ഷം രൂപ പിഴ ഇനത്തിൽ കെട്ടിവെക്കുകയും വേണം. ഡാനി ഒലുമോയെ ആക്രമിച്ചതിൽ മുൻ അർജന്റീനിയൻ താരവും ടീം സ്റ്റാഫുമായ റോബർട്ടോ അയാലക്ക് നേരെയും ഫിഫ നടപടിയെടുത്തിട്ടുണ്ട്. ഇനിയുള്ള 3 മത്സരങ്ങളിൽ അയാലക്ക് ടീമിനൊപ്പം ഉണ്ടാവാൻ സാധിക്കില്ല. $30,000 അയാലയും കെട്ടിവെക്കണം. അർജന്റീന ഫെഡറേഷൻ നേരെയും കടുത്ത ശിക്ഷാ നടപടികളാണ് ഫിഫ കൈക്കൊണ്ടിരിക്കുന്നത്. $3,21,000 അതായത് ഏകദേശം 3 കോടി രൂപയ്ക്ക് മുകളിൽ ഫെഡറേഷൻ പിഴയായി കെട്ടിവെക്കണം. സെമിയിൽ ഇംഗ്ലണ്ടിനെതിരായ ജയത്തിന് പിന്നാലെ ഫാക്ലാൻഡ് ദ്വീപുകളുടെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ എഴുതിയ ബാനറുകൾ അർജന്റീന താരങ്ങൾ ഗ്രൗണ്ടിൽ ഉയർത്തിയിരുന്നു. ഇതുകൂടി കണക്കിലെടുത്താണ് ഫിഫ ഫെഡറേഷന് മേൽ ഭീമമായ തുക പിഴയായി കെട്ടിവെക്കുന്നത്. ഇതിനു പുറമെ അടുത്ത 2 ഹോം മത്സരങ്ങളിൽ ഗാലറിയിൽ പകുതി ആളുകൾ മാത്രമാണ് അർജന്റീനയ്ക്ക് കയറ്റാനാവുക. ഇതുവഴി ടീമിന് ടിക്കറ്റ് ഇനത്തിൽ ലഭിക്കേണ്ട വരുമാനം പകുതിയായി കുറയും. റണ്ണറപ്പുകളായ അർജന്റീനയ്ക്ക് സമ്മാന തുകയായി ലഭിച്ചത് $34 മില്യൺ ആണ്. ഇതിൽ നിന്ന് $1 ലക്ഷം ആന്റി റേസിസ്റ്റ് പ്രൊജക്ടുകൾക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന് ഫിഫ നേരത്തെ തന്നെ പ്രസ്താവന ഇറക്കിയിരുന്നു. 10 മത്സരങ്ങളെ വിലക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം 1 വർഷക്കാലം പരാഡസിന്റെ സേവനം അർജന്റീനയ്ക്ക് പൂർണ്ണമായും ലഭിക്കില്ല. ഫിഫ കലണ്ടർ പ്രകാരം 2027 ജൂൺ വരെയുള്ള കാലയളവിലാണ് അർജന്റീന 10 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചു പൂർത്തിയാക്കുക. സെപ്റ്റംബർ 26 വെംബ്ലിയിൽ നടക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ നാഷൻസ് ലീഗ് മത്സരമാണ് നടപടിയുടെ ഭാഗമായി ഗാവിക്ക് നഷ്ടമാവുക. ശിക്ഷാ നടപടികളിൽ ഇളവ് ആവശ്യപ്പെട്ട് അർജന്റീനയ്ക്ക് ആദ്യം ഫിഫയിലും പിന്നീട് കായിക തർക്ക പരിഹാര കോടതിയിലും അപ്പീൽ നൽകാനാവും. എന്നിരുന്നാലും സംഭവവികാസങ്ങളുടെ കാഠിന്യം പരിഗണിച്ച് വിധിയിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യത വിരളമാണ്. 2014 ലോകകപ്പിൽ ഇറ്റാലിയൻ പ്രതിരോധ താരം ജോർജിയോ കെലീനിയെ കടിച്ചതിന്റെ പേരിൽ 4 മാസത്തോളമാണ് ലൂയിസ് സുവാരസ് വിലക്ക് നേരിട്ടിരുന്നത്. അതിൽ ക്ലബ് ഫുട്ബോൾ മത്സരങ്ങളെ വിലക്കും ഉൾപ്പെട്ടിരുന്നു. ഇതിനുശേഷം ലോകകപ്പിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷാ നടപടിയാണിത്. ഫൈനൽ മത്സരത്തിനിടെ ഇരു ടീമും പലതവണ ഏറ്റുമുട്ടലിന്റെ വക്കിലെത്തുകയും മാരകമായ ഫൗളിന്റെ പേരിൽ എൻസോ ഫെർണാണ്ടസ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്താവുകയും ചെയ്തിരുന്നു. സമീപകാലത്ത് അർജന്റീന ഏതൊരു ടീമിനെതിരെ കളിച്ചാലും പിന്നീട് അതൊരു വലിയ റൈവൽറിയായി മാറാറുണ്ട്. ബദ്ധവൈരികളായ ബ്രസീൽ, ഉറുഗ്വേ ടീമുകൾക്ക് പുറമെ യൂറോപ്പിലെയും ആഫ്രിക്കയിലെയും എല്ലാം ടീമുകളും അതിൽ ഉൾപ്പെടും. ഈജിപ്ത്, ഇംഗ്ലണ്ട് ടീമുകൾക്ക് പിന്നാലെ ഇപ്പോൾ സ്പെയിനും ആ ലിസ്റ്റിലുണ്ട്. രാഷ്ട്രീയ കാരണങ്ങളാൽ നീണ്ടുപോയ ഫൈനലിസ്മ വീണ്ടും എത്തുമ്പോൾ ഇരുകൂട്ടരും ഒരിക്കൽ കൂടി മുഖാമുഖം എത്തുകയാണ്. അന്നും ഈ തീപ്പൊരി ഒരു കൊടും കാട്ടുതീയായി മാറുമോ? അതോ പരാഡസിനെ നഷ്ടപ്പെട്ട അർജന്റീനയെ ഫൈനലിനെതിരെ സമാനമായി സ്പെയിൻ വെള്ളം കുടിപ്പിക്കുമോ? കാത്തിരിക്കാം.